അടി വീശിയടി മരോദരം ഘടകം അടി വീശി അടിയോ തിരിഞ്ഞു മാറി ഇങ്ങനെ പട്ടോദരം മരോദരം. ഇന്നത്തെ കല്ലിനുള്ള പരിശീലനം കഴിഞ്ഞില്ലേ? അത് കഴിയാനായി. അല്ല അവൻ എഴുന്നേറ്റില്ല. ഇല്ല, ഇന്നലെ അയാളെ കണ്ടപ്പോ മുതൽ എനിക്ക് തോന്നി അയാളുടെ മനസ്സിലെന്തോ നീറിപ്പൊഴിയുന്നുണ്ടെന്ന്. ഒരുപക്ഷെ ആ തീ ഊതി പെരുപ്പിച്ചാൽ നമ്മുടെ ജയത്തിന് അത് മതിയാകും. നിനക്ക് വാശിയായോ മോളെ? മോളെ തല്ലൊരു പ്രദർശനം മാത്രമാണ്, അല്ലാതെ. അമ്മാവ് കേട്ടതല്ലേ ഇന്നലെ ആ നിരഞ്ജന്റെ വെല്ലുവിളി, അവന്റെ നോട്ടവും പാവവും. നീ അത് കളമോ? നീ അവൻ എഴുതിട്ടോ നോക്ക്. ഏയ്, എന്തൊരു ഉറക്കായത്? എണീക്ക്, ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. കളത്തിലിറങ്ങണമെങ്കിൽ കുറച്ച് പരിശീലനം കൂടി വേണം. മുന്നിൽ തന്നെ പുഴയുണ്ട്, ഒന്ന് മുങ്ങി കുളിച്ചാ ശരീരം തണുക്കും. എന്നിട്ടാവും പരിശീലനം. എന്താ പേര്? ബാലചന്ദ്രൻ. അവൻ വഴിതെറ്റി വന്നാണെന്ന് കരുതണ്ട. അവൻ എന്ന കളത്തിലിറങ്ങും. അവൾ അവനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുക എന്നോടെതിരിടാൻ. എന്താ മാഷെ, അവന്റെ നിപ്പും ഭാവം കണ്ടാ അറിയില്ലേ? അവൻ അഭ്യാസം കണ്ടിട്ടേയില്ലെന്ന്. അവന് എന്തിനു ഭയപ്പെടണം? ഭയമോ? അതില്ലെനിക്ക്. പക്ഷെ അവനെ സൂക്ഷിക്കണം. അവൻ കളത്തിലിറങ്ങാതെ ഞാൻ നോക്കിക്കോളാം. ഇന്നത്തെ തല്ല് തുടങ്ങും മുമ്പ് ചേരിക്കാരിൽ ഒരുത്തന്റെ ശവം ഈ പുഴയിൽ പൊങ്ങിയാൽ കുഴപ്പമില്ലല്ലോ. മരണം ഉറപ്പാക്കണം. പാതി ജീവനിൽ പാമ്പിനെ വിടരുത്, വിഷം കൂടും. അവനെ ഒതുക്കാനുള്ള ആള് ഇന്നിവിടെ എത്തും. നിരഞ്ജ, ഇവനെന്താ ഇവിടെ? ഇവൻ എന്റെ സുഹൃത്താ, ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവൻ വടക്കേചേരിക്ക് വേണ്ടി തല്ലുന്നവനല്ലേ? അതുകൊണ്ട് ഇവിടെ വരാൻ പാടില്ലെന്നുണ്ടോ? അത് നല്ല രീതിയിലാണെങ്കിലാവാം, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഹസം പോ. ഞാൻ കളത്തിലിറങ്ങുന്നത് തെക്കേച്ചേരിയുടെ വിജയത്തിനല്ല, എന്റെ വിജയത്തിനാണ്. എന്റെ ലക്ഷ്യം അവളാ, ആ ഝാൻസി റാണി. അവളെ എനിക്ക് വേണം. അതിന് ഞാൻ എന്ത് ചെയ്യും? അപ്പോ അതായിരുന്നു നിന്റെ ലക്ഷ്യമല്ലേ? എങ്കിൽ ഇനി നീ കളത്തിൽ ഇറങ്ങണ്ട. തെറ്റിപ്പോയി. അത് മുൻപ് തീരുമാനിക്കേണ്ടതായിരുന്നു. ഇനി പറ്റില്ല. ഗുരുവേ, ഞാൻ കളത്തിൽ ഇറങ്ങിയിരിക്കും. അത് നിങ്ങളെ കൊല്ലേണ്ടി വന്നാൽ പോലും. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നിറങ്ങാനല്ലേ തീരുമാനം, പിന്നെന്താ? കയ്യാങ്കളി യുദ്ധക്കളമല്ല, പക്ഷെ എതിർച്ചേരി കളമൊഴിയും വരെ അവർ ശത്രുപക്ഷമാണ്. അവിടെ പോയൊരു സൽക്കാരം നന്നല്ല മോനെ. ആചാനെ, അവർ എന്റെ സുഹൃത്തുക്കളെ. ഇതൊരു പ്രദർശനം മാത്രമായേ ഞാൻ കാണുന്നുള്ളൂ. ശത്രുത കളത്തിൽ മാത്രം പോരെ. നീ മെയ്മുറ പഠിച്ചിട്ടുണ്ടോ? ഏതാ കളറി? മറുപടി പറഞ്ഞിട്ട് പോടാ. പറയടാ പന്നി, എന്താ നിന്റെ ഉദ്ദേശം?
വേഗത്തിലാവട്ടെ. നിലകത്തിടാ. ദേഹം നശിപ്പിക്കരുതേ. നാളെ കഴിഞ്ഞാൽ എന്റെ കിടപ്പറ പങ്കിടേണ്ടവളാ നീ. മനസ്സിന്റെ വീറ് കയ്യിനുണ്ട്. കൊള്ളാം. വഴിയിലൂടെ പോകുന്ന ഭ്രാന്തന്മാരെ വരെ വിളിച്ച് ആളത്തയക്കേണ്ട ഗതികേട്. തോൽവി സമ്മതിച്ചൂടെ മോളെ? നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ശക്തി തല്ലി കളത്തിൽ മതി. കൊണ്ടുപോവാനെ. എവിടുന്ന് കിട്ടിയടാ ഇവനെ? അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. തല്ലുകാരെ വിളിച്ചു വരുത്തുമ്പോ വിളിച്ചു വരുത്തിയതല്ല, ചേലാമ്പ്ര കളരിക്കാർക്കൊപ്പം വന്നതാ. ആരാ എന്താണെന്നും ചോദിച്ചില്ല. ഏട്ടന്റെ ശിഷ്യനായിരുന്നു അവന്റെ അച്ഛനെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. പിന്നെ മനസ്സിലായത് എല്ലാം നുണയായിരുന്നു. ഇനിയിപ്പോ തല്ല് കഴിഞ്ഞാൽ തിരിച്ചു പോയില്ലെന്ന് കരുതി. ഓ, എനിക്കും അവനെ തടയാൻ പറ്റുന്നില്ല മോളെ. വളരെ ശ്രദ്ധിക്കണം. അവനെന്തോ തീരുമാനിച്ചുറപ്പിച്ച. അവൻ കളത്തിലിറങ്ങിയിരിക്കുന്നത് മെയ്മുറ കാണിക്കാനല്ല, മറിച്ച്. അതെനിക്കും തോന്നി. ആ തീരുമാനം എന്ത് തന്നെയായാലും അത് നടക്കില്ല. 3-ാം നാൾ കള്ളം ചൊല്ലി പിരിയാൻ നേരം ഞാനുണ്ടാവില്ല. ആശാന്റെ ചോടി പിഴച്ചു. ആശാൻ ഒന്ന് പിഴച്ചാ ശിഷ്യന്മാർക്ക് 51 പിഴക്കുന്ന കണക്ക്. ശിഷ്യന്മാരെ ആശാൻ നോക്കി എന്നെ മോൻ കഴിയില്ല. അതല്ലാന്ന് അത് തെറ്റി. ആയിക്കോട്ടെ. നമ്മൾ വടക്കോട്ടല്ലേ? വടക്കാഞ്ചേരി അല്ല, വടക്കേച്ചേരി. എല്ലാരും ഒന്നിച്ചൊന്ന് പറഞ്ഞു. വടക്കേച്ചേരി. വടക്കാഞ്ചേരി. ആരാ തെറ്റിച്ച? ഞാനല്ല. വടക്കേച്ചേരി. ആശാനെ, ഗുരുതരമായിട്ടൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമ്മളെങ്ങനെ വടക്കണ്ട് പിടിക്കും? അതിപ്പോ നിസ്സാര പ്രശ്നമല്ലേ ഉള്ളൂ. ഇപ്പൊ ഈ കിടക്കുന്ന വഴി എങ്ങോട്ടാ പോകുന്നത്? ഈ വഴി എങ്ങോട്ടും പോകില്ല. ഈ വഴി ഉണ്ടായ കാലം മുതൽ ഇവിടെ തന്നെയാ കിടക്കുന്നത്. ആണോ? ആ വളർന്നു വന്നവനെ അതും ഇതും പറഞ്ഞു നിൽക്കാതെ ആരെങ്കിലും ഒന്ന് വടക്ക് കണ്ടുപിടിക്കേ. ആദ്യം തെക്ക് കണ്ടുപിടിച്ചാ പിന്നെ വടക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം അല്ലേ? കുഞ്ഞല്ലായിരുന്നു ചാവണ്ടേ. ഇവനെ കൊണ്ട് ചോരയില്ലാതെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേരെ. നിന്നെ ഇടിച്ചാ ഞാൻ ചോട് വെക്കാത്ത. പിന്നെ അത് ചോറ് വയ്ക്കാത്തെ? അല്ല, ചോറും കറിയും വെച്ച് തരാം. തീറ്റയുടെ കാര്യം മാത്രമേ ഉള്ളൂ. വടക്ക് കണ്ടുപിടിക്കും.